കലാപം മണി ചേട്ടൻ ഫൗണ്ടേഷൻ്റെ സുനിലിനെ എനിക്ക് ഞാൻ കേട്ടിട്ടുണ്ട്, അല്ലാതെ ആളെ കണ്ടിട്ടില്ല ഇതുവരെ. ഒരു 10-25 ദിവസം മുമ്പ് എൻ്റെ അടുത്ത് ചോദിച്ചു, സുധിയുടെ ചേട്ടനല്ലേ, ഞാനൊരു ജനക്ക് കൊല്ലം സുധിയുടെ സുധിച്ചേട്ടൻ്റെ പേരിലൊരു അനുസ്മരണം നടത്തുന്നുണ്ട്, ചേട്ടൻ അതിനകത്ത് സഹകരിക്കണം. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു, ഇപ്പം സുധി പോയി, ഇനിയിപ്പം അനുസ്മരണ യോഗം എന്താന്ന് ഞാൻ വലിയത് കൊടുത്തില്ല അത്. പക്ഷെ അദ്ദേഹത്തിന് എൻ്റെ കുടുംബത്തിൻ്റെ പേരിലും നിങ്ങളുടെ എല്ലാവരുടെയും പേരിലും വലിയൊരു സല്യൂട്ട് കൊടുക്കുക. ഒരുപാട് നന്ദിയുണ്ട് അദ്ദേഹത്തിനടുത്തും ഈ സംഘാടകർക്കും. സുധി എന്തായാലും എൻ്റെ മരണം വരെ ഒരു തേങ്ങലായിട്ട് എൻ്റെ മനസ്സിലുണ്ടാവും. ഒരുപാട് കഷ്ടപ്പാടിൽ നിന്നും വന്നൊരു കലാകാരനാണ് അനിയൻ. മിമിക്രി കലാകാരന്മാരെല്ലാം തന്നെ എൻ്റെ അറിവിൽ എല്ലാവരും പട്ടിണി പാവങ്ങളാണ് ഞാൻ കണ്ടതിൽ വെച്ച്. ഒരുപാട് കഷ്ടപ്പെട്ട് വന്ന കലാകാരന്മാരെ വിളിച്ചിരിക്കുന്നു എല്ലാവരും. ഞാൻ ആദ്യകാലത്ത് സുധിയുടെ പരിപാടിക്ക് പോയിട്ടുണ്ട്. പട്ടിണിയും പ്രാരബ്ധമൊക്കെ ആയിരുന്നു. ചെറിയ സ്കൂൾ തലത്തിൽ തന്നെ ചെറിയ പരിപാടിയൊക്കെ സിംഗിളായിട്ടുള്ള പരിപാടിയൊക്കെ കാണിക്കുമായിരുന്നു. സുധി ഞാനും കൂടെ മിമിക്രി, അതായത് ചെറിയ മാട്ടപ്പരിപാടി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കൊക്കെ അറിയാം. പരിപാടിക്ക് ഇറങ്ങി, ഒരുപാട് ഞാൻ പറയുന്നില്ല, പെട്ടെന്ന് പറഞ്ഞത്. പരിപാടിക്ക് ഇറങ്ങുമ്പം ഞാൻ ആലോചിക്കാറുണ്ട്, പല സ്ഥലത്തും കൂരും വിളിയും വേളമൊക്കെയാണ് മിക്ക സ്റ്റേജ് പരിപാടിക്ക് ഇതൊക്കെ തന്നെ. ഞാൻ നമ്മുടെ അടുത്ത് പറയുന്നില്ല, എന്തിനാണ് നമ്മളിങ്ങനെ നടന്നു പറയാൻ നമുക്ക് എന്തെങ്കിലും ചെയ്യാം, നമ്മളിങ്ങനെ പട്ടിണിയും പ്രാരാബ്ധമൊക്കെ അല്ലേ. അങ്ങനെയാണ് നമ്മൾ സുധി തന്നെ ശോഭിയാണ് സുധിയെ ഒരു നല്ലൊരു ഇതാക്കി എടുക്കുന്നത്. സുധി ഞാനും പോകുമായിരുന്നു ശോഭിയുടെ പരിപാടിക്ക്. കുടുംബത്തിൽ ഒരുപാട് പട്ടിണിയും പ്രാരബ്ധമൊക്കെ ആയിരുന്നു. സത്യം പറഞ്ഞാൽ ശോഭി YMCA താമസിക്കുമ്പോൾ ഞങ്ങൾ വൈകുന്നേരം ചില ഓണ സമയത്തൊക്കെ 2 പരിപാടിയൊക്കെ കാണും. ചിലപ്പോൾ 2 പരിപാടി, അദ്ദേഹം 3 പരിപാടികൾ പിടിച്ചു വെച്ചിട്ടുണ്ട് ചില സന്ദർഭങ്ങളിൽ. നമ്മുടെ വീട്ടിൽ നിന്ന് ചിലപ്പം ഭക്ഷണം കഴിക്കാതായിരിക്കും തോന്നുന്നത്. YMCA ഫുഡ് വാങ്ങിച്ചു തരും. സുധി എന്ന് പറയും, ശോഭി ഒന്നും കഴിച്ചില്ല. ശോഭി ഇങ്ങനെ നോക്കും, എന്തുവാടെ ഒരുപടി അതൊക്കെ കഴിച്ചോ എൻ്റെ പേര് പറഞ്ഞാൽ മതി. ഒരുപാട് ഭക്ഷണം ശോഭി വാങ്ങിച്ചു തന്നിട്ടുണ്ട്. അതേപോലെ എന്താ പറയുക, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ അനിയൻ്റെ പേരിൽ വന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി പറയുകയാണ്. എൻ്റെ കുടുംബത്തിൻ്റെയും എൻ്റെ അമ്മയുടെയും പേരിൽ. എന്ത് പറയണമെന്ന് എനിക്കറിയത്തില്ല. ഒരുപാട് കഴിവുള്ളൊരു ഇതായിരുന്നു. പറഞ്ഞില്ലേ, ഒരുപാട് പട്ടിണി കിടന്ന് ഒരുപാട് ഇതിൽ നിന്ന് കരകയറി വന്ന സ്റ്റേജിൻ്റെ, അതായത് ഈ മിമിക്രി കലാകാരന്മാരിൽ ഞാൻ ഒരുപാട് പരിപാടിക്ക് സുധിയുടെ പോയിട്ടുണ്ട്, പരിപാടി കളിച്ചിട്ടുണ്ട്. സുധിയുടെ സ്റ്റേജിൻ്റെ പുറകേക്കും പറയാം. സത്യം പറയും, മിമിക്രി കലാകാരന്മാരെല്ലാം ഞങ്ങളുടെ സ്റ്റേജിൻ്റെ പരിപാടി തുടങ്ങുമ്പോൾ അവർക്ക് നെഞ്ചെടുപ്പാണ്. സത്യം, വിജയിക്കുമോ എൻ്റെ പൂവോ കിട്ടുക, സത്യം അത് ഭയങ്കര അവിടെയാണ് നമ്മൾ സത്യം പറഞ്ഞത്. ഇരിക്കുന്ന ഈ ഒരു മറ്റേ സിറാജിക്ക, ഒരുപാട് പേരെല്ലാവരും ഞാൻ പറയുന്നില്ല, ശോഭിയൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ട് ഉയർന്നു വന്ന കലാകാരന്മാരവരെല്ലാം. ശോഭിക്കായിട്ട് ഒരു വർഷത്തെ ഇതുകൊണ്ട് വല്ലപ്പോഴൊക്കെ വിളിക്കും. എന്തായാലും സുധിക്ക് വേണ്ടി ഇത്രയും ജനങ്ങളുടെ ഇവരെല്ലാവരും വന്ന്, ഈ കലാകാരന്മാരെല്ലാം വന്നതിന് എൻ്റെ ഹൃദയം കൊണ്ട് എൻ്റെ കുടുംബത്തിൻ്റെ പേരിലും എല്ലാവരെയും പേരിൽ നന്ദി പറയുന്നു. സന്തോഷം. ഈ ഒരു അവസരത്തിൽ എന്താണ് പറയേണ്ടതെന്നറിയില്ല. സുനി എന്നെക്കുറിച്ച്
പറഞ്ഞ വാക്കുകൾ കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് അത് ഒരുപാട് വർഷങ്ങൾക്ക് ബാക്കിലേക്ക് പോയി. അന്നത്തെ അവസ്ഥ അതാണ് സുനി ചൂണ്ടിക്കാണിച്ചത്. ഞാൻ എന്തൊക്കെ പറയണമെന്ന് വിചാരിച്ചു വന്നു, അതൊന്നും പറയാൻ പറ്റാത്തൊരു മാനസികാവസ്ഥയിലേക്ക് എന്നെ കൊണ്ടെത്തിച്ചു. സാരമില്ല. ഞാൻ എൻ്റെ കോളേജ് കാലഘട്ടം മുതൽ, അതായത് SM കോളേജിൽ പഠിക്കുന്ന സമയത്താണ് എനിക്ക് ആദ്യമായിട്ട് മിമിക്രിയിൽ യൂണിവേഴ്സിറ്റി ഞാൻ വിന്നറാവുന്നത്. അതിനുശേഷമാണ് ഞാൻ ഈ മിമിക്രി എന്ന കലയിലേക്ക് വന്നത്. അത് പറയുന്നതിന് മുമ്പായിട്ട് ഞാൻ സുനിലിനോട് എനിക്ക് വളരെയധികം സ്നേഹമുണ്ട്, നന്ദിയുണ്ട്. കാരണം നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട, അല്ലെങ്കിൽ ലോകം മുഴുവൻ ആരാധിക്കുന്ന കലാഭവൻ മണി എന്ന ആ അതുല്യനായ കലാകാരൻ നമ്മളാരും പ്രതീക്ഷിക്കാതെ നമ്മെ വിട്ടുപോയി. അതിൻ്റെ ആഘാതം മാറും മുമ്പ് അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഫൗണ്ടേഷൻ ഇതാ വീണ്ടും അദ്ദേഹത്തോളം തന്നെ ഞാൻ കാണുന്ന എൻ്റെ പ്രിയ സുഹൃത്ത്, എൻ്റെ അനിയൻ സുധിയുടെ അനുസ്മരണം സംഘടിപ്പിച്ചിരിക്കുന്നു. ഈ അനുസ്മരണത്തിൻ്റെ കാര്യം പറയാനായിട്ട് സുനിൽ എന്നെ വിളിച്ചു. ഒരുപക്ഷെ ഈ അനുസ്മരണം സുനിൽ എന്നെ വിളിച്ചില്ലെങ്കിലും ഞാനിവിടെ ഇന്ന് വരുമായിരുന്നു. കാരണം സുധി എനിക്ക് എത്രമാത്രം പ്രിയപ്പെട്ടതായിരുന്നു എന്ന് എനിക്കറിയാവുന്നത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം. ഇനി ഞാൻ സുധിയെ പരിചയപ്പെട്ടതും സുധിയെ കണ്ടെത്തിയതും പറയാം. ഇവിടെ ബഹുമാനപ്പെട്ട MLA പറഞ്ഞു, മാണിക്യം എന്നൊരു വാക്ക് അദ്ദേഹം സംസാരിച്ചപ്പോൾ പറഞ്ഞു. സുധിയെക്കുറിച്ച് പറഞ്ഞ വാക്കുകളിൽ ഒന്ന് മാണിക്യം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ അഭിമാനത്തോടെ പറയുന്നു, മാണിക്യം കുപ്പയിൽ കിടക്കുകയാണെങ്കിലും അത് തിളങ്ങും. പക്ഷേ ആ മാണിക്യത്തെ കണ്ടെത്തണ്ടേ? അങ്ങനെ കുപ്പയിൽ കിടന്ന ഒരു മാണിക്യത്തെ ഞാൻ കണ്ടെത്തി, എൻ്റെ കൂടെ നിർത്തി, എൻ്റെ കൂടെ ചേർത്തു. അതാണ് സുധി. ഞാൻ ഏതോ ഒരു അമ്പലപ്പറമ്പിൽ, അതായത് ഞാനത്ര വലിയ ഒരു മിമിക്രി കലാകാരനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു വലിയ പ്രൊഫഷണൽ ട്രൂപ്പ് നടത്തുന്ന ഒരാളോ ഒന്നുമല്ലായിരുന്നു. ഈ യൂണിവേഴ്സിറ്റി വിന്നറായി എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കൊല്ലം കേന്ദ്രീകരിച്ചുകൊണ്ട് കുറച്ച് പ്രോഗ്രാംസ് ചെയ്യാനിടയായി. അത് കഴിഞ്ഞ് ആ ട്രൂപ്പ് ഒന്ന് വിപുലപ്പെടുത്താം, കുറച്ചും കൂടി ആളുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു നല്ല ട്രൂപ്പായിട്ട് നമുക്ക് കൊണ്ടുവരാമെന്നുള്ള ഒരു ചിന്തയിൽ നിന്നാണ് എൻ്റെ സുഹൃത്ത് ഗണേഷ് ഓലിക്കര, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, സ്ക്രിപ്റ്റ് റൈറ്ററാണ് അദ്ദേഹം. ഇന്നിവിടെ വരേണ്ടതായിരുന്നു. അദ്ദേഹത്തിൻ്റെ അമ്മ കഴിഞ്ഞ ദിവസമാണ് മരണപ്പെട്ടത്, അതുകൊണ്ട് അദ്ദേഹത്തിന് വരാൻ സാധിച്ചില്ല. അപ്പോൾ ഞാനും ഗണേഷ് ഓലിക്കരയൊക്കെ ആയിട്ട് ഇങ്ങനെ സംസാരിച്ച് വന്നപ്പോൾ നമുക്കത് ഒന്ന് വിപുലപ്പെടുത്താമെന്ന് തീരുമാനിക്കുകയും, ഞാൻ ഈ വിപുലപ്പെടുത്തുന്നതിന് മുമ്പ് ഇതായിരിക്കുന്നു ജോസഫ് വിൽസൺ എന്ന് പറയുന്ന അതുല്യനായ ഒരു കലാകാരനോട് ഇരിപ്പുണ്ട്. അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ പ്രോഗ്രാം അവതരിപ്പിക്കാൻ പോയിട്ടുണ്ട്. സുൽഫിയുണ്ട്, സുൽഫിയുടെ കൂടെ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് സുധിയെ കാണുന്നതും. ഞാൻ ഏതോ ഒരു അമ്പലത്തിൽ പ്രോഗ്രാമിന് പോയപ്പോൾ പോളയത്തോട് വിനോദും സുധിയും ചേർന്ന് അവർ രണ്ടുപേരും മാത്രമായിട്ട് നേരത്തെ സുനിൽ പറഞ്ഞ മാട്ട പ്രോഗ്രാം ചെയ്യുന്ന ഒരവസ്ഥയിലാണ് ഞാൻ സുധിയെ കാണുന്നത്. അപ്പം ഞാനത് വന്ന് നമ്മുടെ ഗണേഷിനോട് പറഞ്ഞടാ, ഇന്നപോലെ സുധി എന്നൊരു കലാകാരനുണ്ട്, ഞാനിങ്ങനെ ഒരു പ്രോഗ്രാം കണ്ട് അവൻ കൊള്ളാം, നമുക്ക് അവനെ എല്ലാം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ ട്രൂപ്പ് ഒന്ന് വികസിപ്പിച്ചാലോ എന്ന ചിന്തയിൽ നിന്നാണ് സുധിയെയും വിനോദിനെയും എല്ലാം ഉൾപ്പെടുത്തി. അത് കഴിഞ്ഞ് വിനോദ് പോയപ്പോൾ ഉല്ലാസം എന്ന് പറയുന്ന വേറൊരു കലാകാരൻ വന്നു.
സുധിയുടെ ചേട്ടൻ സുനിൽ ഞങ്ങളുടെ കൂടെ വന്നു. ഇതിനിടയ്ക്ക് എപ്പോഴും മങ്ങാട് ശ്യാം ഞങ്ങളുടെ പ്രോഗ്രാമിൽ വന്നിരുന്നു. പക്ഷെ അവരെല്ലാവരും, ഈ പറയുന്ന എല്ലാവരും തന്നെ, അതിൽ സുനി മാത്രമേ ഉള്ളൂ പിന്നെ ആ രംഗത്ത് വരാതെ പോയത്. പക്ഷേ ഒരുപാട് ഓർമ്മകൾ തിരുവനന്തപുരത്തും കൊല്ലത്തും. കൊല്ലം തിരുവനന്തപുരം വിട്ടിട്ടുള്ള പ്രോഗ്രാമൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല. തിരുവനന്തപുരത്ത് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പ്രോഗ്രാം ചെയ്തിരുന്നു. അങ്ങനെ ഒരുപാട് ഓർമ്മകളുണ്ട്. ഈ ഇപ്പോൾ സുനി പറഞ്ഞ YMCAയിൽ ഞാനങ്ങനെ ഇന്ന് എനിക്ക് അങ്ങനെ ഒരു ഇത് കേൾക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ അന്ന് ചെയ്തത്. കാരണം ഇവിടെ പല ട്രൂപ്പുകളും ചെയ്യുന്ന പോലെ കുറേ കലാകാരന്മാരെ സംഘടിപ്പിച്ച് അവരെ കൊണ്ട് പ്രോഗ്രാം ചെയ്യിപ്പിച്ച് അതിൻ്റെ പൈസ അവർക്ക് നക്കാപ്പിച്ച കൊടുത്തിട്ട് അവരെ പറഞ്ഞു വിട്ടിട്ട് ബാക്കി പൈസ ആ ട്രൂപ്പിൻ്റെ ആളുകൾ എടുക്കുന്ന ഒരു രീതി അല്ലായിരുന്നു ഞാൻ ചെയ്തിരുന്നത്. കാരണം ഞങ്ങളൊരു പ്രോഗ്രാം പിടിച്ചാൽ ആ പ്രോഗ്രാമിന് അന്നത്തെ കാലത്ത് ചിലപ്പോൾ 2000 രൂപയായിരിക്കും, 3000 രൂപയായിരിക്കും. എത്ര രൂപയായാലും, അത് എത്ര രൂപയുടെ പ്രോഗ്രാം ആയാലും ആ പൈസ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യുന്നതായിരുന്നു ഞങ്ങളുടെ രീതി. ഒരിക്കലും ഞാനാണ് ഇതിൻ്റെ, എൻ്റെ പേരിലാണ്, ശോഭി തിലകനും സംഘവും നയിക്കുന്ന എന്ന പേരിലാണ് പ്രോഗ്രാം നടത്തുന്നത്, അതുകൊണ്ട് ഞാൻ ഇത്തിരി കൂടുതലെടുക്കാം, അങ്ങനെ വിചാരിക്കാറില്ല. ഞാൻ YMCAയിൽ താമസിക്കുന്നു, അവിടെ റെസ്റ്റോറൻ്റ് ഉണ്ട്, അവിടെ എനിക്ക് മാസം പൈസ കൊടുത്താൽ മതി. എൻ്റെ അരിയനും എൻ്റെ കൂട്ടുകാരെല്ലാവരും ഈ പ്രോഗ്രാമിന് വരുന്നവർ ഒരു ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ ഞാൻ വേണം അവിടെ പോയി കഴിച്ചോ, ഞാൻ കൊടുത്തോളാം. അതെൻ്റെ ഒരു മനസ്സാണ്, എനിക്കത് ഞാനത് പറയേണ്ടെന്ന് കരുതിയ, പക്ഷെ സുനി പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞെന്നുള്ളൂ. അപ്പം അങ്ങനെ ഞാൻ കണ്ടെത്തിയ ആ മാണിക്യം ഇന്ന് ഈ വേർപിരിയൽ ഇല്ലായിരുന്നുവെങ്കിൽ അവന് കുറേയും കൂടി ഉയരത്തിലെത്തുമായിരുന്നു എന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം അത്രമാത്രം കഴിവുള്ള ഒരു കലാകാരനായിരുന്നു സുധി. അവസാനമായിട്ട് ഞാൻ അവനുമായി സംസാരിച്ചതല്ല, എൻ്റെ ഫോണിലൊരു മെസ്സേജ്. എപ്പോൾ വിളിക്കുമ്പോഴും അളിയാ നീ എവിടെ ഉണ്ടാ എന്ന് ചോദിക്കുന്നത്, അളിയാന്ന് വിളിക്കുള്ളൂ. അവനവൻ്റെ കുടുംബത്തോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. ചാച്ചി നിന്ന് തിരക്കാറുണ്ട്. അവൻ്റെ അച്ഛനെ ചാച്ചി എന്നാണ് വിളിക്കുന്നത്. അവൻ്റെ അമ്മ നീ എന്താ വീട്ടിലേക്ക് വരാത്തതെന്ന് എന്നെ വിളിച്ച് ചോദിക്കാറുണ്ട്. ഞാൻ അവരുടെ വീട്ടിൽ പോയിട്ടുണ്ട്, ഇഷ്ടംപോലെ പ്രാവശ്യം പോയിട്ടുണ്ട്, അവിടെ നിന്ന് ആഹാരം കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് ഓർമ്മകൾ ശുദ്ധിയായിട്ട് എനിക്കുണ്ട്. പക്ഷേ ഇത്ര പെട്ടെന്നവും പോകേണ്ടിയിരുന്നില്ല എന്ന് തോന്നിപ്പോയി. ഈ അപകടം നടക്കുന്ന ദിവസവും ഞാൻ ഏകദേശം ഒരു 2 മണിക്കൂറിൻ്റെ വ്യത്യാസത്തിൽ ഞാൻ കോഴിക്കോട് നിന്ന് എറണാകുളത്തേക്കും അവൻ ഈ പ്രോഗ്രാം സ്ഥലത്തുനിന്ന് കൊടുങ്ങല്ലൂർ വഴി ഇങ്ങോട്ടും വരുന്നു. ഞാൻ 12:30 മണിയായപ്പോൾ എറണാകുളത്തെത്തി. ഏകദേശം 4 മണിയോട് അടുത്ത് സുധി നമ്മളെ വിട്ടുപോയി. ഏകദേശം ഒരേ സമയം ഞങ്ങൾ യാത്രയിലായിരുന്നു. ഈ പറയുന്ന ഇതുപോലൊരു അപകടം സത്യം പറഞ്ഞ് ഞാനും പലപ്പോഴും പല ആളുകളും എന്നെ ഓർമ്മിപ്പിക്കാറുണ്ട്, ശോഭി ഇങ്ങനെ പോകരുത് എന്ന് പറഞ്ഞ് ഓർമ്മിപ്പിക്കാറുണ്ട്. കാരണം എൻ്റെ യാത്രകൾ മുഴുവൻ ഞാൻ രാത്രിയിലാണ് യാത്ര ചെയ്യുന്നത്. ഇവിടുന്ന് തിരുവനന്തപുരത്ത് നിന്ന് രാത്രി 11 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുക, രാവിലെ 6:30 മണിക്ക് കോഴിക്കോട് എത്തുക. ഞാൻ സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്താൽ പോകുന്നത്, ഉറങ്ങാറില്ല. അങ്ങനെ പല രാത്രികളിൽ ഞാൻ യാത്ര ചെയ്യാറുണ്ട്. എനിക്ക് 3 സ്ഥലത്ത് ഷൂട്ടിംഗ് വരുമ്പോൾ എനിക്ക് കട്ടപ്പനയിൽ ഷൂട്ടുണ്ട്. മഞ്ഞിൽ വിരിഞ്ഞ പൂവ് എന്ന് പറയുന്ന സീരിയലിൻ്റെ ഷൂട്ട് കട്ടപ്പനയിൽ, എൻ്റെ മാതാവ് എന്ന് പറയുന്ന സീരിയൽ എറണാകുളത്ത്, വേറൊരു സീരിയൽ ട്രിവാൻഡ്രത്ത്. 3 സീരിയൽ നടക്കുന്നു. 3 സ്ഥലത്ത് ഞാൻ എത്തണം. ഓരോ ദിവസവും ഓരോ സ്ഥലത്ത് ഡേറ്റ് കൊടുക്കും. രാത്രി ഓടി അവിടെ, ഇവിടുന്ന് തിരുവനന്തപുരത്ത് നിന്ന് കട്ടപ്പനയിൽ നിന്ന് എറണാകുളത്ത് നിന്ന് കട്ടപ്പനയിൽ നിന്ന് ട്രിവാൻഡ്രം. ഈ രാത്രി മൊത്തം വണ്ടി ഓടിക്കുക, പകൽ മൊത്തം ഷൂട്ടിങ്. ഉറക്കമെന്ന് പറയുന്നത് തീരെയില്ല. പലരും എന്നെ ഉപദേശിക്കാറുണ്ട്, എടാ രാത്രിയിൽ യാത്ര ചെയ്യരുത്, ഇതുപോലെ പ്രശ്നങ്ങൾ വരുമെന്ന് ഉപദേശിക്കാറുണ്ട്. പക്ഷേ നമുക്ക് പറ്റാറില്ല. നേരത്തെ പറഞ്ഞ നമ്മുടെ പ്രാരാബ്ധങ്ങളാണ് നമ്മളെ കൊണ്ട് അത് ചെയ്യിക്കുന്നത്. പ്രത്യേകിച്ചും മിമിക്രി കലാകാരന്മാർ ഒരുപാട് പേരിവിടെ ഇരിപ്പുണ്ട്. അവരുടെ എല്ലാവരുടെയും പ്രശ്നം ഇതുതന്നെയാണ്. ഈ പ്രാരാബ്ധം കൊണ്ട് നമ്മുടെ ഉറക്കം നമ്മൾ വേണ്ടെന്ന് നോക്കും. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, നമ്മളെ ആശ്രയിച്ച് കഴിയുന്നവർക്ക് വേണ്ടി
നമ്മുടെ ഉറക്കം, നമ്മുടെ ആരോഗ്യമെല്ലാം നഷ്ടപ്പെടുത്തി നമ്മൾ ജോലി ചെയ്യുന്നു. പക്ഷേ എപ്പോഴൊക്കെയോ എവിടേക്കോ ആരൊക്കെയോ നമ്മളെ വിട്ടുപോകുന്നു. എന്നും ഒരു നോവായിട്ട് അവൻ എൻ്റെ ഹൃദയത്തിലുണ്ടാവും. തീർച്ചയായിട്ടും അവൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു. താങ്ക് യു.